ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബാൻഡ് സപ്പോർട്ട്. ബാൻഡിൻ്റെ ഈ ഒരു സപ്പോർട്ട് വളരെ വീക്കായിരിക്കും ലോ ക്വാളിറ്റി ബ്രായിൽ. രണ്ടാമത്തെ മേജർ ഇഷ്യൂ ആണ് ഇലാസ്റ്റിക്. ഈ ഇലാസ്റ്റിക് പെട്ടെന്ന് ലൂസാവും. 2-3 വാഷിംഗ് കഴിയുമ്പോൾ തന്നെ ഈ ഇലാസ്റ്റിക് പെട്ടെന്ന് ലൂസായി അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും. ഈ സിറ്റുവേഷനിലായിരിക്കും. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കപ്സിൻ്റെ ഷേപ്പിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല ലോ ക്വാളിറ്റി ബ്രായ്ക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി ബ്രാസിന് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ബ്രായ്ക്ക് BCDEF എന്നൊക്കെ പറഞ്ഞ കപ്പുണ്ട്. ലോ ക്വാളിറ്റി ബ്രായ്ക്ക് എക്സും ഉണ്ടാവും, വൈയും ഉണ്ടാവും, ഇസഡും ഉണ്ടാവും. വലിച്ചു കഴിഞ്ഞാൽ വൈ വരെ അല്ലെങ്കിൽ ഇസഡ് വരെ കിട്ടും. അത്രയും വലിപ്പമുള്ള കപ്പുകൾ കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആവും. നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സ്റ്റിച്ചിങ്. സ്റ്റിച്ചിങ് സ്ട്രോങ് അല്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ, വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ പലയിടത്തായിട്ട് ഒന്നാമത്തെ കാര്യം ഇലാസ്റ്റിക് വിട്ട് വരും. രണ്ടാമത്തെ കാര്യം ഹുക്കിൻ്റെ ആ ഒരു ഏരിയ പെട്ടെന്ന് ഇങ്ങനെ വലിയാൻ തുടങ്ങും. ഹുക്കിൻ്റെ ഏരിയ വലിയാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് നേരെ മുകളിലോട്ട് കയറും, താഴോട്ട് വരും, മുകളിലോട്ട് കയറും, താഴോട്ട് വരും. മുകളിലോട്ട് കയറുമ്പോഴുള്ള ഇഷ്യൂ എന്താണ്? ഇലാസ്റ്റിക് ലൂസ് ആവും. അപ്പോൾ ഇതൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റിയുള്ള ബ്രാകൾക്ക് മാത്രമാണ്. അപ്പോൾ ഒരു ക്വാളിറ്റിയുള്ള ബ്രാ എന്ന് പറയുമ്പോൾ അതിന് അത്യാവശ്യം ക്യാഷ് കൊടുത്ത് തന്നെ അത് വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും. കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷത്തേക്ക്, ചിലത് അത്രയും നാളൊക്കെ നിൽക്കാൻ സാധ്യതയുള്ളതാണോ?